അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ചൊരു ഇന്ത്യൻ പടമാണ് കണ്ണാപ്പി. കണ്ണപ്പ ഒരു 50 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ എമ്മാരി പടം, യജാതി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എണീറ്റ് നമുക്കിങ്ങനെ തൂപ്പ് കൈ വെച്ച് തൊഴാൻ തോന്നും. അബ്ജാതി കിടിലം മേക്കിംഗ്. നമ്മൾ മറന്നുപോയിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആൻഡ് അതാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു വിൻറ്റേജ് വൈബ് എന്ന് പറയാം. കാരണം പണ്ട് നമ്മളൊരു 10-30 കൊല്ലം മുമ്പ് ഒരു ദൂരദർശനിലൊക്കെ കണ്ടിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് വിട്ടു. നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ കാണാറില്ല. പക്ഷേ അതിപ്പോഴും ചെയ്യാം. അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഈ പടം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ് അടിപൊളി. വിഷ്ണു മഞ്ജു എന്നൊരു ഇതിലെ പ്രധാനപ്പെട്ട മെയിൻ ആക്ടർ അല്ലെങ്കിൽ ഇതിലെ നടൻ. ആളുടെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, കുടുംബക്കാർ, ബന്ധുക്കാർ, അപ്പുറത്ത് വീട്ടിലെ ആൾ, പാൽ വിൽക്കുന്ന ആൾ, ചായക്കടയിലെ ആൾ, എല്ലാവരും ഉണ്ട് ഈ പടത്തിൽ. സോ മൊത്തത്തിൽ ഈ ഒരു പടത്തിൻ്റെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 50 പേര്, അവരുടെ ഒരു റീയൂണിയനാണ്. എൻ്റെ അത്ര പേര് മാത്രമേ ഉള്ളൂ. ഇത് മതി നമുക്ക്. ഒരു ഓരോ ഫ്രെയിം കാണുമ്പോൾ അറിയാം ഒരു 4-5 പേര് അവരോടൊക്കെ നിൽക്കുന്നുണ്ടോ, എല്ലാവരുടെ കുടുംബക്കാരനെ. സോ അത്രയും പേര് വെച്ചിട്ട് അങ്ങനെ ഒരു പടം എടുക്കാമെന്ന് ഈ പടം കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വലിയ വലിയ ആക്ടേഴ്സിനൊക്കെ ഇതിൽ കൊണ്ടുവരാം. ഇപ്പോൾ പ്രഭാസ് ഒരു 10 മിനിറ്റ് ഉണ്ടാവും. മിനിറ്റിനൊരു 10 കോടി വെച്ച് ഒരു 100 കോടി ആ ചങ്ങായിക്ക് കൊടുത്തിട്ടുണ്ടാവും. ദെൻ ലാലേട്ടനുണ്ട്, അവർക്ക് ഒരു 10-50 ലക്ഷമൊക്കെ, അറിയില്ല എത്രയായിരിക്കുന്നു. ദെൻ ഇതേപോലെ തന്നെ അക്ഷയ് കുമാറുണ്ട്, കാജൽ അഗർവാളുണ്ട്. കിടിലൻ ക്യാരക്ടറൈസേഷനാണ്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് ആ പടത്തിൽ വേണ്ടിയിട്ട്. കാരണം അക്ഷയ് കുമാർക്ക് ഒരു ഫ്രെയിം ഉണ്ട്, അതിലിങ്ങനെ ഇരിക്കുക. ദെൻ കാജൽ അഗർവാളിന് ഒരൊറ്റ പോസ് ഉണ്ട്, പാർവതിയുടെ പോസ്റ്റ്. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണില്ല, അങ്ങനെ തന്നെയുള്ള പാർവതി എപ്പോഴും അവിടെ ഇരിക്കുക. സോ ആ മോഡിലാണ് ഈ ഒരു പടം മൊത്തം. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെയാണ് ഏറ്റവും കഷ്ടപ്പാടുള്ള ക്യാരക്ടറൈസേഷൻ എന്ന് പറയും. യജാതി ക്യാരക്ടർ ആർക്കാണെന്നൊക്കെ ഈ പടം തുടങ്ങി അവസാനം വരെ ഇവരിങ്ങനെ ഒരു ഒറ്റ ഇരിപ്പിരിക്കണം. ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് അനങ്ങുന്നുണ്ട്. ഇവർക്ക് മസിലൊക്കെ വേനിച്ച് എന്തൊക്കെ ആയിട്ടുണ്ടാവും, കിഡിലിനായിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാലേട്ടൻ്റെ ഒക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ അടുത്ത പുലിമുരുകൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇജാതി ഒരു ഗൂസ് ബംസ് കിട്ടിയത് ഈ ഒരു പടത്തിലാണെന്ന് പറയാം. ഒറ്റക്കാലിലൊരു നൃത്തമൊക്കെ ഉണ്ട്. യമ്മാരി സാധനം കിടിലെന്ന് പറഞ്ഞാൽ കയ്യിൽ വൈഫൈ പാസ്വേഡൊക്കെ വെച്ച് ഇതുവരെ ചെയ്യാത്ത അത്രയും കിടിലൻ ഗംഭീര ക്യാരക്ടറൈസേഷൻ. സോ എല്ലാവരും, പിന്നെ ഈ വിഷ്ണു മഞ്ജു ആളുടെ ഒരു വൈഫായിട്ട് അല്ലെങ്കിൽ അവരുടെ പേരായിട്ട് മറ്റേ പ്രീതി മുകുന്ന് മറ്റേ ആ കൂടയിലൊക്കെ ഉണ്ടില്ലേ, ആളെ വെച്ച് മറന്നു പോയിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ദൂരദർശൻ്റെ പടങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പണ്ട് ഈ 2K കിഡ്സിൽ നിന്ന് അറിയണ്ടാവില്ല, പണ്ട് കേസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു ബുക്ക്. സോ അതിലുള്ള കുറേ പൊസിഷൻ അതെന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു പടം കൂടിയാണ്. അതൊക്കെ നമ്മളിപ്പോൾ മറന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. എല്ലാം ഹൈ ടെക്നോളജി VPN വെച്ച് കയറി കാണുന്ന ആൾക്കാരാണ്. പക്ഷേ അതിൽ കുറേ ഗംഭീര ഇന്ത്യൻ ട്രഡീഷണൽ പൊസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പടത്തിൽ 2-3 പാട്ടുണ്ട് ഈ പ്രീതി മുകുന്ദനെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത പുതിയ സാധനങ്ങളൊക്കെ ഇതിൽ പരീക്ഷിച്ചിട്ടുണ്ടോയെന്നും കൂടി സംശയമുണ്ട്. സോ കേസിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും ഈ പറയുന്ന ദൂരദർശൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കാസ്റ്റിൽ ഈ പ്രഭാസും ഇവരൊക്കെ വന്ന് ഒരു 10-100 കോടി അങ്ങനെ പോയത് കൊണ്ട് തന്നെ വേറെ ആൾക്കാരൊന്നും അവർക്ക് വെക്കാൻ വയ്യ. ഒരു 500 രൂപയും പൊറോട്ടയും കൊടുത്താൽ കുറേ സബ് ജൂനിയേഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വരും. പക്ഷേ ഈ പടത്തിൽ ഇവരുടെ കുടുംബക്കാരായതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും കയറ്റണ്ടെന്ന് പറഞ്ഞ് ഈ നമ്മൾ പഴയ ഫിഫയിലും ക്രിക്കറ്റിലും ഈ F1 കളിയിലൊക്കെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഈ ഗാലറിയിലൊക്കെ നിൽക്കുന്ന കുറേ ആൾക്കാരില്ല, ഇങ്ങനെ വെറുതെ അനങ്ങാണ്ട് നിൽക്കും. അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റർ പോലെ ഇങ്ങനെ വെട്ടി ഒട്ടിച്ചിട്ട് അവരിങ്ങനെ ജസ്റ്റ് ഒരു മോഷൻ ഉണ്ടാവും. ആ സാധനമാണ് നമുക്ക് ഇത് കാണാൻ പറ്റും. ഇവരൊക്കെ അടി നടത്തുമ്പോൾ ഒരുപാടൊന്നും അല്ല കേട്ടോ, ഇവരുടെ തൊട്ട് ബാക്കിൽ. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അടി തുടങ്ങിയ അവസാനം വരെ. വേറൊരാൾ എമ്മാര് ക്രിയേറ്റിവിറ്റി. നമ്മൾ എന്തിനാണ് വെറുതെ ഈ 500 രൂപ കൊടുക്കുന്നത്? ആ സാധനം എടുത്ത് ഒരു 50 ലക്ഷം കൊടുത്ത് അത് വെട്ടി ഒട്ടിക്കാൻ വേണ്ടി ഒരു 50 ലക്ഷം ചിലവായിട്ടുണ്ടാവും. വേറൊരു 5 കോടി അത് വെക്കാൻ വേണ്ടി ചിലവായിട്ടുണ്ടാവും. VFXകാർക്ക് പണി, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് VFXന് പണിയൊന്നുമില്ല, AI ഒക്കെ വന്നുകൊണ്ട്. സോ VFXകാർക്ക് അതും പണി അറിയാത്ത VFXകാർക്ക് എങ്ങനെ പണി പഠിക്കാമെന്ന് കാണിച്ചു കൊടുക്കുന്നൊരു പടം കൂടിയാണ്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടമായത് അതാണ്. ഒരു ലോക സിനിമയിൽ ഞാൻ ഇങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും അത് കണ്ടിട്ടില്ല. അമ്മാര് കിടിലം VFX, കിടിലം മേക്കിംഗ്. ആൻഡ് ഈ അക്ഷയ് കുമാർക്ക് ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു മല. പണ്ടത്തെ പടങ്ങളായിരുന്നെങ്കിൽ അവിടെ സെറ്റ് ഇട്ടിട്ട് പുകയൊക്കെ കൊണ്ടുവരും. ഇതിലങ്ങനെ ഒരു കംപ്ലീറ്റ് VFX ആണ്. സോ ആ ഒരു പോർഷൻ, ആ ഒരു സാധനം മാത്രം ഉണ്ടാക്കിയവനെ ഒരു 50 ലക്ഷം അവന് കൊടുത്തിട്ടുണ്ടോ. സോ ഇങ്ങനെ പണിയില്ലാത്ത VFX ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നൊരു പടം കൂടിയാണ്. അതിൻ്റെ അതൊക്കെ എന്ത് രസമാണെന്നറിയാം കണ്ടിരിക്കുക. നമ്മളിങ്ങനെ അത് 3D കൂടി ആവണമായിരുന്നു. 3D അല്ല, 3D ആയിരുന്നെങ്കിൽ കുറേ സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് തന്നെ മാറിയിട്ടുണ്ടാവും. 3D വേണമായിരുന്നു എന്ന് തോന്നി ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ. ആൻഡ് അപ്പാർട്ട് ഫ്രം എവറിത്തിങ് ഇതിലെ കഥ, നമ്മളിപ്പോൾ ഈ ഭയങ്കര വെട്ടും കുത്തും വയലൻസ് ഉള്ള സാധനങ്ങളൊക്കെ കുറേ കണ്ടു മടുത്തു. ഡിവോഷണൽ സാധനങ്ങൾ ആയിരുന്നു പണ്ട് നമ്മൾ കുറേ കണ്ടുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങും. സോ ഇങ്ങനത്തെ പടങ്ങൾ ഇടയ്ക്ക് വരുന്നത് നല്ലതാണ്. നമ്മൾ കൂടി ഒരു ട്രാൻസ്ഫോം ചെയ്ത് ആ ഒരു ഡിവോഷണൽ ഡിവൈൻ എനർജിയിലേക്ക് ഈ പടം കൊണ്ടെത്തിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു 1970s ഇറക്കേണ്ട വളരെ മികച്ചൊരു ചിത്രമായിരുന്നു.
അന്നത്തെ കാലത്ത് മറ്റ് സിനിമകൾ വെച്ച് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന കുറേ ബ്രില്യൻസ് ഉള്ള ഒരു വലിയ പാൻ ഇന്ത്യൻ പാൻപരാഗത്ത് നിന്നിട്ടാണ് അക്ഷയ് കുമാർ പോലെ സുബ കേസരി ആളെ വെളുപ്പിക്കാൻ വേണ്ടി കുറേ ഓർബിറ്റിൻ്റെ ചിരി പോലെ കുറേ അതിനും കുറേ VFX കിട്ടുന്ന മൂപ്പരുടെ പല്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ പാൻ ഇന്ത്യൻ ആക്ടേഴ്സിന് വെച്ച് അവരുടെ കരിയർ ഇപ്പോൾ പ്രഭാസിൻ്റെയും ലാലേട്ടൻ്റെ ഒക്കെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്, കരിയർ ബെസ്റ്റ് ക്യാമിയോസ് ആണ് നമുക്കിതിൽ കാണാൻ പറ്റുക. സോ അങ്ങനെ ഒരു 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 വലിയൊരു യൂണിവേഴ്സിന് തന്നെ തുറക്കം കുറിക്കുന്ന ഒരു പടമാണ്. ഇത് വെച്ച് ഇനിയും കുറേ ഇതുപോലത്തെ കുറേ പടങ്ങൾ വരണം. അടുത്തത് വേറെ എന്തെങ്കിലും ഒരു ആപ്പി അങ്ങനെ വെച്ച് ഇതിപ്പോൾ കണ്ണാപ്പിയുള്ളൂ, അങ്ങനത്തെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ആപ്പി വെച്ച് കുറേ പടങ്ങൾ ഇനിയും വരണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു, കുറേ ഓർമ്മപ്പെടുത്തലായിരുന്നു, കുറേ പുതിയ കാര്യങ്ങളും പഴയ കാര്യങ്ങളും ഈ സിനിമ ഒന്ന് ഓർമ്മപ്പെടുത്തി തന്നു. കാരണം പുതിയതായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ VFX ടെക്നോളജീസ് ഉണ്ട്, ഇങ്ങനെ വെട്ടിവെക്കാം ആൾക്കാരെ ബാക്കിൽ, അവർ അനങ്ങ് പോലും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ നിന്നാൽ മതി. അങ്ങനത്തെ കുറേ ആൾക്കാർ വെച്ച് നമുക്ക് ഒരു 500 രൂപയും പൊറോട്ടയ്ക്കും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പണി നമുക്ക് അതിൽ കൂടെ ഒഴിവാക്കാം, AIക്ക് പണി കൊടുക്കാം, ദെൻ VFX അറിയാത്തവർക്ക് ഇതിൽ കൂടെ പണി കൊടുക്കാം. ദെൻ പഴയ കേസ് അതിലുള്ള കുറേ പൊസിഷൻസ് എന്തൊക്കെയായിരുന്നു ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം. ദെൻ ദൂരദർശനിൽ കണ്ട പോലെ ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു പടം എണീറ്റ് വരും, നമുക്കിങ്ങനെ തൊഴുത് ഭസ്മൊക്കെ തൊട്ട് ഇറങ്ങി വരാം. സമ്മാരി ഒരു കിടില സാധനം, തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് പോയി കണ്ടുവെക്കുക. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ കൊണ്ടാടും ഒരു വെട്ടറിയായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ മലയാളം ഡബ്ബാണ് കണ്ടത്. ഡബിൻ്റെ കാര്യം കൂടി പറയണേ, എമ്മാരി ഡബ്ബിങ് മോനെ. ഈ അടുത്ത കാലത്ത് ഇജാദ് ഡബ്ബിങ് കണ്ടിട്ടില്ല. കിടിലൻ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ കിടിലൻ ഡബ്ബിങ്. എനിക്ക് അവനൊരു രസം പറയാനുണ്ട്. എന്താ അവൻ്റെ പ്രശ്നം ഇങ്ങനെ നമ്മൾ ഈ പെപ്സുഡൻറ്റിൻ്റെ പരസ്യത്തിലൊക്കെ കേൾക്കില്ല, അതുപോലെ ഈ മലയാളം അറിയത്തെ ഈ ഹിന്ദിക്കാർ വെച്ചിട്ട് ചെയ്യണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ മലയാളം അറിയുന്ന ഒരാളെ വെച്ച് ചെയ്താൽ ഏതെങ്കിലും സ്ഥലത്തെ സ്ലാങ് വരും. ഇപ്പോൾ ഞാനൊക്കെയാണ് ഡബ് ചെയ്യണമെങ്കിൽ പാലക്കാട് സ്ലാങ് വരും, എന്താണ്ടാ നീ വരട്ടായിരിക്കും കണ്ണാപ്പി സംസാരിക്കുക. പക്ഷെ ഇതിലങ്ങനെയല്ല, എന്തുകൊണ്ടാണ് അവൻ അങ്ങനത്തെ പോവാത്ത എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് കേൾക്കാൻ സ്ക്രീനിൽ ഇത് കാണാനും ഇതിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കാനും നമ്മളങ്ങനെ ഇങ്ങനെ ഒഴുകി ആ സീറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ നിലത്ത് വീണ് അവിടെ നിന്ന് കുറേ ഭസ്മം പൂരി വെച്ചിട്ട് പിന്നെ തരും പോയി കൊണ്ടുപോക്ക്.